ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ, അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 6-ാം തിരുവചനം. എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത്തരം ശാഖകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു. ഒരു ചെടിയിലോ വൃക്ഷത്തിലോ നിന്ന് മുറിച്ച് കളയുന്ന ശാഖകൾ, ചില്ലകൾ, അതുണങ്ങിപ്പോകും. പിന്നെ അതിന് ഒരു ഫലവും പുറപ്പെടുവിക്കുവാൻ സാധിക്കുകയില്ല. ഒരുപക്ഷെ അത് തീയിൽ എറിയപ്പെട്ടേക്കാം, അല്ലെങ്കിൽ മണ്ണിൽ ദ്രവിച്ചു പോയേക്കാം. ചില ജീവിതങ്ങളിലും ഈ ഒരവസ്ഥയില്ലേ? എന്തേ ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്നും മുറിച്ചെറിയപ്പെടുന്നു? എന്നിലെ ആത്മീയത എന്തേ ഉണങ്ങിപ്പോകുന്നു? ഒരു ഫലവുമില്ലാതെ, ഒന്നിനും ഉപകരിക്കാതെ എന്തേ തീയിൽ എറിയപ്പെട്ട് ചാരമായി പോകുന്നു? തൊട്ടുപുറകിലത്തെ തിരുവചനം പറഞ്ഞു തരുന്നു, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കും. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അതെ, അവനിൽ വസിക്കുന്നെങ്കിൽ അവൻ്റെ സ്വന്തമാണ്. ഏറെ ഫലം പുറപ്പെടുവിക്കുവാൻ ആ ജീവിതങ്ങൾക്ക് സാധിക്കും എന്ന് മാത്രമല്ല, അവനോടൊപ്പം എന്തും ചെയ്യാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്നും അകന്നു പോകരുത്. അവിടുത്തോടൊപ്പം എപ്പോഴും ചേർന്ന് ജീവിക്കാൻ സാധിക്കട്ടെ. ജീവിതം അത്ഭുതമായി മാറും. കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.